കായിക പരിശീലനത്തിനുള്ള പീരിയഡിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതിന് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കായികാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് കഞ്ചിക്കോട്ടെ സ്കൂളിൽ 27 വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് അടിച്ചുവെന്നാണ് പരാതി. വിരലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയും 2 വിദ്യാർത്ഥിനികളും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അധ്യാപകൻ കൊടുവായൂർ സ്വദേശി സാദിഖിനെതിരെ വാളയാർ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ പഠിക്കാൻ പറഞ്ഞിട്ടും വകവയ്ക്കാതെ കുട്ടികൾ കളിസ്ഥലത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കഞ്ചിക്കോട്ടെ സ്കൂളിലെ UP വിഭാഗം കായിക അധ്യാപകനാണ് കൊടുവായൂർ സ്വദേശി സാദിഖ്. PT പീരീഡിൽ കുട്ടികൾ കളിക്കാനിറങ്ങിയതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 ആൺകുട്ടികളും 16 പെൺകുട്ടികളും ഉൾപ്പെടെ 27 വിദ്യാർത്ഥികളെ ചൂരലുകൊണ്ട് അടിച്ചെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ പരാതി. PT പീരീഡാണ്, ഞങ്ങൾ കളിക്കാൻ പോട്ടെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ബുക്ക് എടുത്തിരിക്കുക. ഞങ്ങൾ ബുക്ക് എടുത്തിരുന്നു. ബോയ്സ് ചിലവർ പോയിട്ട് ഞങ്ങൾക്ക് ബോൾ കിട്ടിയില്ല, അവർക്ക് ബോൾ കിട്ടി പറഞ്ഞിട്ട് ദാസ മാഷിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി. ദാസ മാഷ് ബോൾ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇവർ ബോൾ കിട്ടി പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സാറ് വിട്ടിട്ടുണ്ടാവുന്നു. ഗ്രൗണ്ടിൽ പോയി. സാറ് വന്നിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്നു. എന്നിട്ട് സാദിഖ് സാർ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പോയപ്പോൾ സാറ് വിളിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ തരാം. മഴയില്ലാത്ത സമയത്താണ് വിദ്യാർത്ഥികൾ കായിക പരിശീലനത്തിന് ഇറങ്ങിയത്. മഴയുള്ളപ്പോൾ PT പീരീഡിലും പഠനവുമായി മുന്നോട്ടു പോകുകയാണ് പതിവെന്നും രക്ഷിതാക്കൾ പറയുന്നു. പരാതിയിൽ സാദിഖിനെതിരെ വാളയാർ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിനെയും സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കായിക അധ്യാപകൻ പഠിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിന് വിപരീതമായി വിദ്യാർത്ഥികൾ കളിസ്ഥലത്തിലേക്ക് പോവുകയായിരുന്നെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സംഭവം അന്വേഷിക്കുന്നുണ്ടെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.